നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കുവൈറ്റിന് നേരെ ആക്രമണം തുടർന്ന് ഇറാൻ. കുവൈറ്റിലെ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. ആളപായമില്ല. മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തകർത്തതായി പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗിക വക്താവ് മേജർ ജനറൽ സൗദ് അബ്ദുൽ അസീസ് അൽ ഉദൈബി അറിയിച്ചു. രാജ്യത്ത് കേട്ട സ്ഫോടന ശബ്ദങ്ങൾ വ്യോമാക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിൻ്റെയാണ് എന്ന് അധികൃതർ വ്യക്തമാക്കി. വടക്കൻ കുവൈറ്റിലെ സർക്കാർ സ്ഥാപനത്തിലും ബൂബിയാൻ ദ്വീപിലെ സിവിലിയൻ വാഹനങ്ങൾക്കും നേരെയുണ്ടായ ആക്രമണത്തിൽ നേരിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിയെങ്കിലും ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ സായുധ സേന പൂർണ്ണ ജാഗ്രതയിൽ തുടരുകയാണെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഗൾഫ് രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ്. UAE, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ സുരക്ഷാ ഏജൻസികൾ സ്ഥിതിഗതികൾ നിരന്തരം വിലയിരുത്തുകയാണ്. ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഈ മേഖലയിലുള്ളത് എന്നതിനാൽ ആശങ്കയും ഉയരുന്നു. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച 2 എണ്ണ ടാങ്കറുകൾക്കു നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. അമേരിക്കൻ യുദ്ധവിമാനത്തിന്റെ അകമ്പടിയോടെ നീങ്ങിയ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. യാത്ര തുടരാനാകാതെ 4 കപ്പലുകൾ മടങ്ങിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. 20 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായി എത്തിയ 2 വലിയ കപ്പലുകൾ ഹോർമൂസ് കടന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഹൂതി വിമതരുടെ ഭീഷണി നിലനിൽക്കെ 25 ചരക്ക് കപ്പലുകൾ ചെങ്കടലിലെ ബാബൽ മന്ദബ് കടന്നു. പശ്ചിമേഷ്യയിലെ സമുദ്രപാതകളിൽ ചരക്കുനീക്കം സുഗമമാക്കാൻ സൗദിയും 13 രാജ്യങ്ങളും ചേർന്ന് സംയുക്ത സേന രൂപീകരിക്കുന്നു. യമനിലെ ഹൂതികളും ഇറാൻ പിന്തുണയ്ക്കുന്ന തീവ്രവാദ സംഘങ്ങളും ചേർന്ന് ചെങ്കടലിൽ തുടർച്ചയായി ആക്രമണം അഴിച്ചുവിട്ടതോടെയാണ് സൗദി സഖ്യത്തിന് തയ്യാറായത്. തുർക്കി, പാകിസ്ഥാൻ, ഈജിപ്ത്, സുഡാൻ, ജിബൂത്തി തുടങ്ങിയ രാജ്യങ്ങളാണ് സഖ്യത്തിലുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങൾ സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന് സൗദി അറിയിച്ചു. ഇറാന്റെ ഊർജ്ജ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തയ്യാറെടുക്കുന്നതായി US മാധ്യമങ്ങൾ. ഈ സൈനിക നീക്കത്തിൽ ഇസ്രയേലും പങ്കാളിയാകാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ആക്രമണങ്ങൾ ദിവസങ്ങൾ നീണ്ടുനിന്നേക്കും. ഇറാനിലെ അടിസ്ഥാന ഊർജ്ജ സൗകര്യങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. US മുന്നോട്ട് വയ്ക്കുന്ന വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് പ്രധാന ലക്ഷ്യം. ജൂലൈ 31-ന് ക്യാമ്പ് ഡേവിഡ് പ്രസിഡൻഷ്യൽ റിട്രീറ്റിൽ ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ ഈ പദ്ധതി ചർച്ച ചെയ്തു. എന്നാൽ ആക്രമണത്തിനുള്ള പ്രാഥമിക സൈനിക തയ്യാറെടുപ്പുകൾക്ക് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അന്തിമ അനുമതി ഇതുവരെ നൽകിയിട്ടില്ല. മേഖലയിൽ വൻ യുദ്ധസാധ്യത ഉണ്ടാകുമെന്നതിനാലും സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകും എന്നതിനാലും ക്യാബിനറ്റ് യോഗത്തിൽ ചില വൈറ്റ് ഹൗസ് ഉപദേശകർ ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെട്രോളിയം റിഫൈനറികൾ, വൈദ്യുത ഉൽപ്പാദന കേന്ദ്രങ്ങൾ, പ്രധാന നഗരങ്ങളിലേക്കുള്ള ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്കുള്ള വൈദ്യുത വിതരണം, ഇലക്ട്രിക്കൽ ഗ്രിഡുകൾ എന്നിവ ആക്രമിക്കാനാണ് പദ്ധതി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ വാഷിംഗ്ടണിൽ ട്രംപുമായും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്തുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇസ്രയേൽ വീണ്ടും ഇറാനുമായി നേരിട്ടുള്ള യുദ്ധത്തിൽ പങ്കാളികളാകുന്നത്. ഇതേസമയം തങ്ങളുടെ ഊർജ്ജ മേഖലയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ മേഖലയിലെ അമേരിക്കൻ, ഇസ്രയേൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ശക്തമായ തിരിച്ചടി നൽകാൻ സമഗ്രമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഇറാന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ വാർത്താ ഏജൻസികൾ വഴി വ്യക്തമാക്കി. ഇറാനെതിരെ വീണ്ടും ശക്തമായ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. പുതിയ ആക്രമണത്തിന് സൈന്യത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നും ഇറാനെ കീഴടങ്ങാൻ നിർബന്ധിതരാക്കുകയാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ആക്രമണത്തിന് അന്തിമ അനുമതി ട്രംപ് നൽകിയിട്ടില്ലെന്നാണ് ഇതുവരെയുള്ള വിവരം. ക്യാമ്പ് ഡേവിഡിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിനിടെ സംസാരിക്കുമ്പോഴാണ് ഇറാനെതിരെ വളരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയത്. വളരെ ശക്തമായി തന്നെ തിരിച്ചടിക്കും. ഒരു ഘട്ടത്തിൽ അവർക്ക് ഇനി ഇത് സഹിക്കാനാകില്ലെന്ന് പറയേണ്ടി വരും. ഇതായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളും എണ്ണ ശുദ്ധീകരണശാലകളും ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതികളാണ് അമേരിക്കയും ഇസ്രയേലും പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് നടപ്പായാൽ ഇറാനെതിരായ ഏറ്റവും ശക്തമായ വ്യോമാക്രമണങ്ങളിൽ ഒന്നായി മാറിയേക്കാം എന്നും വിലയിരുത്തപ്പെടുന്നു. ആക്രമണങ്ങൾ തിങ്കളാഴ്ച ആഗോള വിപണികൾ തുറക്കുന്നതിന് മുൻപ് അവസാനിപ്പിക്കണമെന്ന തരത്തിലുള്ള ചർച്ചകൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കിടയിൽ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ സൈനിക നടപടിക്ക് കൃത്യമായ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും സൂചനയുണ്ട്. ഇസ്രയേൽ അമേരിക്കയുമായി ഏകോപനം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം അന്തിമ തീരുമാനം പ്രസിഡന്റിന്റെ കൈകളിലാണെന്ന്
അമേരിക്കൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. വൈറ്റ് ഹൗസ് വക്താവ് കരോളിൻ ലെവിറ്റ് ഇറാന് ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ലെന്നും അമേരിക്ക വിജയിക്കുമെന്നും പ്രതികരിച്ചു. അമേരിക്കൻ പ്രതിരോധ വകുപ്പും സൈനികമായി തയ്യാറാണെന്ന സൂചന നൽകി. പെന്റഗൺ വക്താവ് സീൻ പാർണൽ പ്രതിരോധ വകുപ്പ് പൂർണ്ണ സജ്ജമാണ് എന്ന് അറിയിച്ചു. ആക്രമണങ്ങൾ ദിവസങ്ങൾ നീണ്ടുനിന്നേക്കും. ഇറാനിലെ അടിസ്ഥാന ഊർജ്ജ സൗകര്യങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. US മുന്നോട്ട് വയ്ക്കുന്ന വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് പ്രധാന ലക്ഷ്യം. ജൂലൈ 31 ക്യാമ്പ് ഡേവിഡ് പ്രസിഡൻഷ്യൽ റിട്രീറ്റിൽ ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ ഈ പദ്ധതി വിശദമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. എന്നാൽ ആക്രമണത്തിനുള്ള പ്രാഥമിക സൈനിക തയ്യാറെടുപ്പുകൾക്ക് മാത്രം ട്രംപ് ഇതുവരെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അന്തിമ അനുമതി ഇതുവരെ നൽകിയിട്ടില്ല. മേഖലയിൽ വൻ യുദ്ധസാധ്യത ഉണ്ടാകുമെന്നതിനാലും സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുമെന്നതിനാലും ക്യാബിനറ്റ് യോഗത്തിൽ ചില വൈറ്റ് ഹൗസ് ഉപദേശകർ ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതേസമയം തങ്ങളുടെ ഊർജ്ജ മേഖലയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ മേഖലയിലെ അമേരിക്കൻ ഇസ്രയേൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനായി സമഗ്രമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഇറാന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസികൾ വഴി വ്യക്തമാക്കി. ഇറാനെ സാമ്പത്തികമായി കൂടുതൽ ഒറ്റപ്പെടുത്തുന്നതിനായി കരമാർഗം ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയും ഇസ്രയേലും ആലോചിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം അതിന്റെ പരിധിയിലെത്തി എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിലയിരുത്തൽ. വാഷിംഗ്ടണിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ട്രംപും നെതന്യാഹുവും ഈ കര ഉപരോധ പദ്ധതിയെക്കുറിച്ചും മറ്റ് ചില സൈനികേതര മാർഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതായി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനിലേക്കുള്ള കയറ്റുമതിയും ഇറക്കുമതിയും പൂർണ്ണമായി തടഞ്ഞാൽ എന്തു സംഭവിക്കുമെന്ന് ഒരു മുതിർന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ ചോദിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കര ഉപരോധം വിജയിക്കണമെങ്കിൽ ഇറാഖ്, തുർക്കി, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി, മെനിസ്ഥാൻ, അർമേനിയ, അസർബൈജാൻ തുടങ്ങിയ സമീപ രാജ്യങ്ങളുടെ സഹകരണം ആവശ്യമാണ്. എന്നാൽ ഈ രാജ്യങ്ങൾ ഉപരോധത്തിൽ പങ്കെടുത്താൽ ഇറാനിൽ നിന്നും തിരിച്ചടി നേരിടേണ്ടി വരും. ഇറാനിലേക്കും തിരിച്ചുമുള്ള ചരക്ക് നീക്കം നിയന്ത്രിക്കാൻ ഈ രാജ്യങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കഴിയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഈ പദ്ധതി പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇറാനെ സാമ്പത്തികമായി തളർത്താൻ കര ഉപരോധം ഫലപ്രദമാണെന്ന് വിരമിച്ച US ജനറൽ ഷോൺ മക്ഫാർലാൻഡ് അഭിപ്രായപ്പെട്ടു. ഇറാനെതിരെയുള്ള സൈനിക നടപടികളെ ന്യായീകരിച്ച ഇസ്രയേൽ ഇറാനെതിരായ ആക്രമണങ്ങൾ അനിവാര്യമായ പ്രതിരോധമായിരുന്നുവെന്ന് അവകാശപ്പെട്ടു. ഭീകരവാദത്തിന്റെ വേരിറക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും എന്നാൽ ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ലെന്നും മുതിർന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത ആക്രമണത്തോടെയാണ് അമേരിക്ക-ഇറാൻ സംഘർഷം ശക്തമായത്. പിന്നീട് താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇരുപക്ഷവും പരസ്പരം ആക്രമണം തുടർന്നതോടെ മേഖലയിൽ വീണ്ടും സംഘർഷാവസ്ഥ രൂക്ഷമായി. ഇതിനിടെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തടഞ്ഞതോടെ ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, വളം തുടങ്ങിയ നിർണായക ചരക്ക് നീക്കങ്ങൾ തടസ്സപ്പെട്ടു. പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങളും മേഖലയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ബാധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. മലയാളി വാർത്ത ഇൻസൈറ്റ്.